ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൊസൈക്ക് മിറർ ആർട്ടുമായിട്ടാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനിത് ട്രൈ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ട്രയൽ തന്നെ ഏകദേശം എനിക്ക് ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായി വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഒരുപാട് വെറൈറ്റീസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ഫസ്റ്റ് ട്രൈ. ഇതിൽ ഞാനൊരു കേക്ക് ബോർഡിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം മിറേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്തതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ആദ്യമായിട്ട് ആകുന്നത് കൊണ്ട് തന്നെ പല അപാകതകളും ഇതിലുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ ഞാനിത് ഒട്ടിച്ചു കൊടുത്തിട്ട് വാൾപുട്ടി കൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് ഒന്ന് ചെയ്തെടുത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ഫസ്റ്റ് ട്രയൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണിത്. ഇത് നമുക്ക് ആ മിറേഴ്സൊക്കെ മീഷോയിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം ഒരു വൈറ്റ് കോട്ട് അടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒരു പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മിക്സ് ചെയ്ത പെയിൻ്റാണ് ഞാൻ അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു കോമ്പസും പെൻസിലും ഒക്കെയാണ്. അപ്പം കോമ്പസ് കറക്റ്റായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വരച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെയാണ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസൈൻസൊക്കെ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പിലും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ആദ്യം ഒരു ഡിസൈൻ ഒരു ബുക്കിൽ വരച്ചിട്ട് നമുക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ എനിക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയില്ല. കാരണം അതായത് എനിക്കൊരു പേടിയുണ്ടായിരുന്നു കുളമാവുമോ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ എന്താ പറയുക, ഈ വാൾപുട്ടി വെച്ച് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനിവിടെ കളറ് ഫസ്റ്റിലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം സാധാരണ നമ്മൾ കാർഡ്ബോർഡിലും കേക്ക് പേസിലും ഒക്കെ ഡയറക്റ്റായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ പെയിൻ്റ് അടിച്ച് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് വാൾപുട്ടി എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. വൈറ്റ് സിമെൻ്റ് ആയാലും മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഏകദേശം ഞാനിങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ വെച്ച് കൊടുക്കാം. ഇപ്പം ഈ റൗണ്ട് ഇട്ടതുകൊണ്ട് തന്നെ നമുക്കത് തെറ്റിപ്പോകത്തില്ല കേട്ടോ. അപ്പം ഈ ഒരു സെറ്റായിട്ട് തന്നെ മീഷോയിലും ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്കൊരു കോണും കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കിതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ കോൺ വന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇത് പലതരത്തിൽ നമുക്ക് ഉണ്ട് കേട്ടോ. ഒന്ന് ലിപ്പൻ ആർട്ടെന്നും പറയും, മൊസൈക്ക് ആർട്ടെന്നും പറയും. ഇപ്പോൾ ഞാനിതാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. ഇതേപോലെ തന്നെ നമുക്ക് വാൾ ഹാങ്ങിങ് ആയിട്ടും ഒക്കെ നമുക്ക് ചെയ്തിടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പം എനിക്ക് വേറൊരു വർക്കും കൂടെ ചെയ്യണമായിരുന്നു. അപ്പോൾ ഈ കളറിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് കുറച്ച് വാൾപുട്ടിയും അതായത് വൈറ്റ് സിമെൻറ്റും വാട്ടറും കൂടെ ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുള്ളൂ. പിന്നെ കളറും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള കളറും കൂടെ കൊടുത്തിട്ട് വളരെ ലൂസായി പോകാൻ പാടില്ല. ഇങ്ങനെ ഒരു പേസ്റ്റിൽ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.